വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നൽകുന്ന 3 പ്രധാന സന്ദേശങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. 1. മത്തായി 6:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ ശിഷ്യഗണത്തോട് പറയുന്നു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. കപടനാട്യക്കാർ തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി മുഖം വികൃതമാക്കുന്നു. യേശു സത്യം ചെയ്ത് ഉറപ്പിച്ചു പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതായത് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും സൽപ്രവൃത്തികളുമൊന്നും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത്, മറിച്ച് ദൈവം കാണുന്നതിനു വേണ്ടിയായിരിക്കണം. അപ്പോൾ ദൈവത്തിൽ നിന്ന് അനശ്വരമായ പ്രതിഫലം ലഭിക്കും. 2. മത്തായി 6:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നു, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. അതായത് നശ്വരമായ ഭൗതിക സമ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ ദൈവസന്നിധിയിൽ അനശ്വര സമ്പത്ത് ശേഖരിച്ചു വയ്ക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ലോകത്തിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ ലോകത്തിലായിരിക്കും നമ്മുടെ ഹൃദയവും. ദൈവസന്നിധിയിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ സ്വർഗത്തിലായിരിക്കും നമ്മുടെ ഹൃദയം. 3. മത്തായി 6:22-23 യേശു പറയുന്നു, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. ഇവിടെ കണ്ണർത്ഥമാക്കുന്നത് നമ്മുടെ മനോഭാവത്തെയും കാഴ്ചപ്പാടുകളെയും നമ്മുടെ ശ്രദ്ധയെയുമാണ്. ശരിയായ മനോഭാവവും കാഴ്ചപ്പാടുമുള്ളവരാണ് നാമെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ പ്രകാശമാനമാകും. നമ്മുടെ ശ്രദ്ധ എപ്പോഴും സ്വർഗീയ കാര്യങ്ങളിലായിരിക്കണം. സ്വർഗത്തിൽ നിക്ഷേപം കണ്ടെത്താൻ സഹായിക്കുകയാണ് കണ്ണിൻ്റെ ധർമ്മം. ഈ വലിയ നോമ്പുകാലത്ത് നമ്മുടെ ഉപവാസവും സൽപ്രവൃത്തികളും എപ്രകാരമുള്ളതാണെന്നും നമ്മുടെ കണ്ണ് കുറ്റമറ്റതാണോ, അത് ഉറപ്പിച്ചിരിക്കുന്നത് ലോകത്തിലും ലൗകിക കാര്യങ്ങളിലുമാണോ അതോ ദൈവത്തിലും സ്വർഗീയ കാര്യങ്ങളിലുമാണോ എന്ന് ആത്മശോധന ചെയ്യാം. തൃപ്പാദത്തിലിരുന്ന് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാം. കർത്താവേ, സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുന്നവരാകാനും കുറ്റമറ്റ മനോഭാവവും കാഴ്ചപ്പാടുമുള്ളവരായി തീരാനും ഞങ്ങളുടെ ഹൃദയവും ദൃഷ്ടികളും എപ്പോഴും ദൈവത്തിലും സ്വർഗീയ കാര്യങ്ങളിലും ഉറപ്പിക്കാനും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ.